ഹായ്, സമയം 1:10. പിന്നെ നമ്മളിന്ന് രണ്ട് പൊസിഷനാണ് ഉണ്ടാകുന്നത്. രണ്ട് പൊസിഷനും സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഫസ്റ്റത്തെ എൻട്രി പറഞ്ഞത് ഇന്നൊരു ഗ്യാപ്പ് അപ്പ് ആയിരുന്നു. ഒരു ഗ്യാപ്പ് അപ്പത്തെ ഫസ്റ്റത്തെ അരമണിക്കൂറിൻ്റെ ലോ ബ്രേക്ക് ചെയ്തപ്പോൾ നമ്മൾ ഫസ്റ്റ് എൻട്രി ഉണ്ടായിരുന്നത്. ഓക്കെ, അതിൻ്റെ ടാർഗറ്റ് ഈ ഒരു റേഞ്ച് തന്നെ നമ്മൾ സാധാരണ വെക്കാറ്. 118 ടു 63 ലെവൽ റേഞ്ച് തന്നെയാണ് സാധാരണ നമുക്ക് ടാർഗറ്റും താഴൊക്കെ കിട്ടാറ്. അത് പിന്നെ ഏകദേശം ലോ മുതൽ 21 മുതൽ 10 പോയിൻ്റ് അടുത്ത് താഴെ വന്ന് പിന്നെ മാർക്കറ്റ് റിവേഴ്സായി നമ്മളിവിടെ ഈ ഹയർ സൈഡിലാണ് അതിൻ്റെ ലോസ് ബുക്ക് ചെയ്ത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ ബ്രേക്ക് ഔട്ടിലാണ് നമ്മൾ അടുത്ത എൻട്രി എടുത്തത്. അതും സസ്റ്റെയിൻ ചെയ്തില്ല, അതും നമ്മളെ സ്റ്റോപ്പ് ലോസ് എത്തി. അപ്പോൾ നമ്മളതും ബുക്ക് ചെയ്ത് അപ്പോൾ നമ്മൾ പൊസിഷൻ വരുന്നത് ടോട്ടൽ ലോസ് 3900 ടാക്സ് പോയി കഴിഞ്ഞാൽ 4100 ഉണ്ടാവും ടോട്ടൽ. ഫസ്റ്റത്തെ പൊസിഷനിൽ നമുക്ക് 1056, രണ്ടാമത്തേൽ 2148. പിന്നെന്താ പറയുക, നമ്മൾ ലിമിറ്റ് ചെയ്ത ലോസ് 3000 ആണ്. ഇത് സെക്കൻഡിൽ കറക്റ്റ് ആയിരുന്നു. പക്ഷേ നമ്മൾ ഈ ഫസ്റ്റത്തെ പൊസിഷൻ എടുത്ത് ഓർമ്മയില്ലാതെയാണ് സെക്കൻഡ് പൊസിഷൻ സൈസ് ചെയ്ത്. ഇല്ലാന്നുണ്ടെങ്കിൽ 75 ക്വാണ്ടിറ്റികൾ നമ്മൾ പൊസിഷൻ സൈസ് ചെയ്യാറുള്ളൂ. ഓക്കെ, വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. എന്താണ് ഇന്നത്തെ അപ്ഡേറ്റ് നമുക്ക് നോക്കാം. ഇനി മാർക്കറ്റ് എങ്ങനെ മൂവ് ചെയ്യുന്നു. പക്ഷേ മാർക്കറ്റിൽ തീരെ ബോളിയല്ല കേട്ടോ. ഇന്നലെ അതെ, ഇന്നും അതെ, വളരെ കുറവ് ബോളിയാണ്. ഒരു അരമണിക്കൂറിൽ 97.73 ഒക്കെ ട്രേഡ് നടക്കുന്നുള്ളൂ. തീരെ പൊളിയല്ല. ഫസ്റ്റത്തെ അരമണിക്കൂറും പൊളി ഉണ്ടായിരുന്നില്ല. ഓക്കെ, എന്തായാലും നമുക്ക് നോക്കാം. ഈ ഒരു ക്യാൻഡിൽ കുറച്ച് വോളിയം കാണുന്നുണ്ട്. ഇപ്പോൾ ഈ മാർക്കറ്റ് ഡൗൺ സൈഡ് നമ്മൾ സ്റ്റോപ്പ് ലോസ് ബുക്ക് ചെയ്ത ഒരു ക്യാൻഡിൽ വെള്ളയിൽ വന്നതിലൊരു നല്ല വോളിയം, അത് നല്ല വോളിയം പറയില്ല, കാരണം 1.25 ആവാതെ 240 ആയിട്ടുള്ളൂ. ഓക്കെ, എന്തായാലും നമുക്ക് നോക്കാം മാർക്കറ്റ് ബാക്കി മൂവ്മെൻറ്റ് എങ്ങനെയാണ്.